യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ള സൗദി അറേബ്യയിലെ അൽഖറ മൗണ്ടനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയായ അൽഹസയിലാണ് അൽഖറ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ മുതൽ 205 മീറ്റർ വരെ ഉയരത്തിലായാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഇവിടത്തെ സന്ദർശന സമയം. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ അൽഖറ മൗണ്ടൻ സാഹസിക യാത്രകളും ട്രക്കിങ്ങും പ്രകൃതി ഭംഗിയും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് നിസ്സംശയം പറയാം. ഈദ് വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ചെറുതല്ലാത്ത ഒരു ക്യൂ ടിക്കറ്റ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ നമുക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. കോമ്പൗണ്ടിനുള്ളിൽ തന്നെ എൻട്രൻസിനും മെയിൻ ബിൽഡിങ്ങിനും ഇടയിലായി ധാരാളം റെസ്റ്റോറൻറ്റ്സും ഷോപ്സും കഫേസും എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുതിർന്നവർക്ക് 50 റിയാലും കുട്ടികൾക്ക് 10 റിയാലുമാണ് ഇവിടുത്തെ എൻട്രി ഫീ. ലാൻഡ് ഓഫ് സിവിലൈസേഷൻസ് എന്ന ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ആ മ്യൂസിയത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ അതിപുരാതനമായ ചരിത്രത്തെക്കുറിച്ച് ഒരു എക്സലന്റ് ഓവർവ്യൂ തന്നെയാണ് ഈ മ്യൂസിയം നമുക്ക് നൽകുന്നത്. ദിൽമുൻ രാജാവായ പ്രൊഫറ്റ് ഇബ്രാഹിമിന്റെ ജീവിതത്തിൽ ഈ സ്ഥലത്തിനുള്ള പങ്കിനെക്കുറിച്ചും ആദാമിന്റെ കഥയുമായി ബന്ധപ്പെട്ട ചില ശില്പങ്ങളും ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. കൂടാതെ ഈജിപ്തിലെ സ്ഫിൻക്സ് സ്റ്റാച്യുവിന്റെയും പിരമിഡിന്റെയും എല്ലാം മിനിയേച്ചർ രൂപങ്ങളും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. BC 5000 മുതൽ പഴക്കമുള്ള പുരാവസ്തു വാസസ്ഥലങ്ങളുടെ തെളിവുകൾ അൽഖറ പർവ്വതത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പുരാതന കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലിപികളും ആഭരണങ്ങളും കോസ്റ്റ്യൂംസും എല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഓരോന്നിനെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അകത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള പുറം കാഴ്ചകളിലേക്ക് കടക്കാം. പുറത്തേക്ക് കടക്കുമ്പോൾ ശരിക്കും നമുക്ക് വേറൊരു ഫീലാണെന്ന് പറയാം. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്, ഒരു ലുക്കാണ്, വേറൊരു ലോകത്ത് എത്തിപ്പെട്ട പോലുള്ളൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. മഷ്റൂമിൻ്റെ ഷേപ്പിലുള്ള പാറകളൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് കാണുവാനായിട്ട് സാധിക്കും. സബ്ബേരിയൽ വെതറിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് നമ്മൾ ഈ കാണുന്ന ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പുകല്ല് കൊണ്ടുള്ള ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഈ പോയിന്റിൽ എത്തുമ്പോൾ വഴി രണ്ടായി പിരിയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്കൊരു കൺസേർട്ട് തിയേറ്റർ ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഇന്റർനാഷണൽ കൺസേർട്ട്സും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകാനായിട്ട് തിരിച്ചു വരുമ്പോൾ കയറാണെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മളത് വിട്ടുപോയി. അപ്പോൾ നമുക്ക് എന്തായാലും റൈറ്റ് സൈഡിലൂടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. കുറേ ആളുകൾ അവിടെ മേലെ നിൽക്കുന്നത് കാണാം, കുറേ മിറേഴ്സ് കാണാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാനുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതാ ഒരു ഈഗിളിനോടെ കണ്ണ് കെട്ടി നിർത്തിയിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് തൊടണം എന്നൊക്കെ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് തൊടുകയൊക്കെ ചെയ്യാം.
വളരെ പ്രശസ്തമായ അൽഖറ കേവ്സിനുള്ളിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. നദികളും മഴയും ചുണ്ണാമ്പുകല്ല് വെട്ടിമാറ്റി അൽഖറ പർവ്വതത്തിനുള്ളിൽ തീർത്ത മായാലോകം അൽഖറ കേവ്സ്. ഇവിടെ ധാരാളം ഗുഹകളുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ ഗുഹകൾ എന്ന് പറയുന്നത് ഒന്ന് അൽ നഷാബ് കേവ്, അതായത് വർഷം മുഴുവൻ സ്ഥിരമായ താപനില നിലനിർത്തുന്ന കാലാവസ്ഥാ നിയന്ത്രണത്തിന് പേര് കേട്ടതാണ് അൽ നഷാബ് കേവ് എന്ന് പറയുന്നത്. അടുത്ത പ്രശസ്തമായ ഗുഹ എന്ന് പറയുന്നത് ജൂദാസ് കേവ് ആണ്. അതായത് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം കുറ്റബോധത്താൽ യൂദാസ് തൂങ്ങി മരിച്ച ഗുഹ. അതിവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. റീസെന്റ് റെനോവേഷന്റെ ഭാഗമായിട്ടുള്ള ഈ നടപ്പാതയും വെളിച്ചവുമെല്ലാം ഗുഹകളെ കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതാക്കിയെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം, ഒരുപാട് സന്ദർശകർ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. ഗുഹയ്ക്കുള്ളിൽ ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലുള്ള 28ഓളം ലീനിയർ പാസേജ് വേസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈദ് വെക്കേഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പൂർണ്ണമായിട്ടും ആസ്വദിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം. നമ്മളിവിടെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത്. ഒരുപക്ഷെ രാവിലെ എത്തിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ ഈദ് വെക്കേഷൻ ടൈം അല്ലാതെ നോർമലായിട്ടുള്ള വീക്കെൻഡ് ഡേയ്സിൽ വന്നാലോ ഇത്രയ്ക്ക് തിരക്ക് ഇവിടെ അനുഭവപ്പെടില്ല എന്ന് തോന്നുന്നു. ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതുപോലുള്ള വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള, ജിയോളജിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം ഇവിടെ വളരെ വിരളാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കാണാനും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നി. സൗദി അറേബ്യയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ അൽഖറ മൗണ്ടൻ. അൽ നഷാബ് കേവ്, ജൂദാസ് കേവ്, അങ്ങനെ ഞാൻ പലതരം കേവുകളെ പറ്റി പറഞ്ഞല്ലോ. അതൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ അറിവാണ്. ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. ഇനി തിക്കും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ കാണാഞ്ഞതാണോ അതോ നമ്മുടെ ശ്രദ്ധയിൽ പെടാഞ്ഞതാണോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. അൽഖറ സന്ദർശിക്കുന്നവരുടെ ഇഷ്ട വിനോദങ്ങളിലൊന്ന് എന്ന് പറയുന്നത് മലമുകളിലേക്കുള്ള ട്രക്കിംഗ് ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ മുതൽ 205 മീറ്റർ വരെ ഉയരത്തിലായാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അതികഠിനമായിട്ടുള്ള ഒരു ട്രക്കിംഗ് എന്നൊന്നും പറയാനില്ലെങ്കിലും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇറങ്ങുന്ന ടൈമിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് അൽഖറ മൗണ്ടനെ കുറിച്ചും അൽഖറ കേവ്സിനെ കുറിച്ചും നിങ്ങൾക്കായി എനിക്ക് തരാനുള്ള കാഴ്ചകളും വിശേഷങ്ങളും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.